ഓക്കേടാ, അപ്പോൾ നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. 29 ജാനുവരി ഷിഫ്റ്റ് 1 ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഓർഗാനിക് കെമിസ്ട്രിയിലെ ഒരു സെറ്റ് ഓഫ് റിയാക്ഷൻസ്. ബേസിക്കലി ഏത് ചാപ്റ്ററാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൽക്കോൾ ഫിനോൾ ചാപ്റ്റർ പറയാം. അതിൽ ഓക്സിഡൈസിങ് ഏജൻസ്, അതേപോലെ തന്നെ കാർബണൽ കോമ്പൗണ്ട്സിൻ്റെ റിയാക്ഷൻ വരുന്നുണ്ട്, അസറ്റാൾ റിയാക്ഷൻ. ഒരു സെറ്റ് ഓഫ് റിയാക്ഷൻ തന്നിട്ടുണ്ട്. കോമ്പൗണ്ട് എസ് ആണ് ഫൈനൽ പ്രോഡക്റ്റ്. ആ കോമ്പൗണ്ട് എസിൻ്റെ 0.1 മോൾ ഓഫ് കോമ്പൗണ്ട് എസ് എടുത്താൽ, എസ് ആണ് ഫൈനൽ പ്രോഡക്റ്റ്, അതിൻ്റെ 0.1 മോൾ എടുത്താൽ വാട്ട് വിൽ ബി ദ വെയിറ്റ് എന്നാണ്. അപ്പോൾ ബേസിക്കലി കോമ്പൗണ്ട് എസ് ഏതാണെന്ന് കണ്ടുപിടിക്കണം. നമുക്ക് ആദ്യം റിയാക്ഷൻ എന്താണെന്ന് നോക്കാം. റിയാക്ഷൻ വുഡ് ബി, സോ യു ഹാവ് ദിസ് ഡയോൾ ട്രീറ്റിംഗ് ഇറ്റ് വിത്ത് CrO3 excess CrO3 എന്ന് പറയുന്നത് CrO3 in presence of acid ആണെങ്കിൽ അത് ജോൺസ് റിയേജൻ്റ് ആവും. ദാറ്റ്സ് എ സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജൻറ്റ്. ഇവിടെ CrO3 മാത്രമേ ഉള്ളൂ. CrO3 എക്സസ് എന്നാണ് പറഞ്ഞേക്കണം. CrO3 ഇൻ ആസിഡ് ആണെങ്കിൽ ദാറ്റ്സ് എ സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജൻറ്റ്. അത് ആൽഡിഹൈഡിനെ കബോക്സിലിക് ആസിഡ് ആക്കും, പ്രൈമറി ആൽക്കോളിനെ കബോക്സിലിക് ആസിഡ് ആക്കും, ആൽഡിഹൈഡിനെ ആക്കും, അതേപോലെ സെക്കൻഡറി ആൽക്കോളിനെ കീട്ടോൺ ആക്കും. പക്ഷേ ഇവിടെ CrO3 എന്ന് മാത്രമേ കൊടുത്തുള്ളൂ. CrO3 ആണെങ്കിൽ ബേസിക്കലി എന്താ സംഭവിക്കുക, സെക്കൻഡറി ആൽക്കോളിനെ കീട്ടോൺ ആക്കും, പ്രൈമറി ആൽക്കഹോളിനെ നമുക്ക് ആൽഡിഹൈഡ് ആക്കാം. ആൻഡ് നൗ ദിസ് ഇസ് ട്രീറ്റഡ് വിത്ത് ഈത്തൈലീൻ ഗ്ലൈക്കോൾ എന്ന് പറയുമ്പോൾ എന്താ സംഭവിക്കുക, ഇതൊരു പ്രൊട്ടക്ഷൻ ഗ്രൂപ്പായിട്ട് ആക്ട് ചെയ്യും. അതല്ല, അസറ്റാൾ റിയാക്ഷൻ നടക്കും. പക്ഷേ ഇവിടെ 1 മോൾ എന്നാണ് കൊടുത്തേക്കണം. ഇത് ബേസിക്കലി കീറ്റോണായിട്ട് റിയാക്ട് ചെയ്തിട്ട് കീറ്റാൽ ഫോം ചെയ്യാം, അല്ലെങ്കിൽ സൈക്ലിക് കീറ്റാൽ ഫോം ചെയ്യാം, അല്ലെങ്കിൽ ആൽഡിഹൈഡായിട്ട് റിയാക്ട് ചെയ്തിട്ട് സൈക്ലിക് അസറ്റാൽ ഫോം ചെയ്യാം. പക്ഷേ ഇതിൽ ഏറ്റവും റിയാക്റ്റീവ് ആരാ, ആൽഡിഹൈഡ് ആണ് ഇവിടെ കൂടുതൽ റിയാക്റ്റീവ് ദാൻ കീറ്റോൺ. ആൽഡിഹൈഡ് ഇസ് മോർ റിയാക്റ്റീവ് ദാൻ കീറ്റോൺ, അതെല്ലാവർക്കും അറിയാം മക്കളെ. അപ്പോൾ കീറ്റോൺ അങ്ങനെ തന്നെ നിൽക്കും. ആൽഡിഹൈഡിൻ്റെ ഇവിടെ ബേസിക്കലി നമുക്ക് ആ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് വരും. ഓക്കെ, അതായത് ഈ സൈക്ലിക് അസറ്റാൽ വരും. സൈക്ലിക് അസറ്റാൽ പ്രൊട്ടക്റ്റീവ് ഗ്രൂപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫർദർ കാർബണിൽ കോമ്പൗണ്ട്സ് കൊടുക്കുന്ന റിയാക്ഷൻസ് ഇവിടെ നടക്കില്ല. അതുകൊണ്ട് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് വെച്ചേക്കാം. ഈ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിനെ തിരിച്ച് ആൽഡിഹൈഡ് ആക്കാൻ പറ്റും, ആസിഡിക് മീഡിയത്തിൽ ഇട്ടാൽ മതി. ഓക്കെ, അപ്പോൾ ഇവിടെ 2 കാർബണിൽ ഗ്രൂപ്പ് ഉണ്ട്. അതിൽ ഒരാളെ നമ്മളിങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്ത് വെച്ചു. എന്നിട്ട് യു ആർ ട്രീറ്റിംഗ് ദിസ് വിത്ത് എന്താണ്, CH3MgI ഇൻ പ്രസൻസ് ഓഫ് ഈത്തർ ആൻഡ് H3O+. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, CH3MgI എന്ന് പറയുമ്പോൾ നമുക്കറിയാം CH3- ഗ്രിഗ്നാർ റിയേജൻ്റ് ആണ്. ഇതിവിടെ അറ്റാക്ക് ചെയ്യും. ഈ കീറ്റോൺ എന്തായിട്ട് മാറും, കീറ്റോൺ ബേസിക്കലി നമുക്ക് ടേർഷറി ആൽക്കഹോളായിട്ട് മാറും. അവിടെ ഒരു CH3 ഗ്രൂപ്പും വരും. ആൻഡ് H3O+ ഉള്ളതുകൊണ്ട് ഈ അസറ്റാൽ വീണ്ടും എന്തായിട്ട് മാറും, ഈ അസറ്റാൽ വീണ്ടും ആൽഡിഹൈഡായിട്ട് മാറും. ഓക്കെ, നൗ it is treated with NaBH4 in presence of water. NaBH4 in presence of water ചെയ്യുമ്പോൾ എന്ത് പറ്റും, ആ ആൽഡിഹൈഡ് ഫർദർ റെഡ്യൂസ് ആയി നമുക്ക് എന്ത് കിട്ടും, പ്രൈമറി ആൽക്കഹോൾ കിട്ടും. അപ്പം ഇത് P, ഇത് Q, ഇത് R, ഇതാണ് നമ്മുടെ എസിൻ്റെ 0.1 gram ഓഫ് എസ് ആണ് 0.1 മോൾ ഓഫ് എസ് ആണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ മാസ് എത്രയാണെന്നാണ്. അപ്പോൾ ഇതിൻ്റെ മോളാർ മാസ് എത്രയാണ് വരിക, എത്ര കാർബൺ ഉണ്ട്, 1 2 3 4 5 6 7 കാർബൺ. 7 കാർബൺ എന്ന് പറയുമ്പോൾ 70 7 84 വരും. 2 ഓക്സിജൻ ഉണ്ട്, 84. അപ്പോൾ 32. 84 + 32 എന്ന് പറയുമ്പോൾ 116, 117, 118, 120, 121, 123, 125, 130 വരും അല്ലേ. ഒന്നും കൂടി നോക്കട്ടെ. 1 2 3 4 5 6 7 എന്ന് പറയുമ്പോൾ 70 7 7 84 87 88 90 92 94 95 97 98 + 32 എന്ന് പറയുമ്പോൾ 130 അല്ലേ വരിക. അപ്പോൾ 130 ആണ് മോളാർ മാസ്. അപ്പോൾ മാസ് എത്രയാണ്, 130 ഇൻറ്റു നമ്പർ ഓഫ് മോൾസ്, ദാറ്റ് ഇസ് ഈക്വൽ ടു 13 ആണ് വരിക. 13 grams വിൽ ബി ദി ആൻസർ. ഓക്കെ ആണ് മക്കളെ. കമ്പാരിറ്റീവ്ലി ഒരു നല്ല ക്വസ്റ്റ്യൻ ആയിരുന്നു. കമ്പാരിറ്റീവ്ലി ഒരു നല്ല സെഷൻ ആയിരുന്നു 29th സെഷൻ. ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്നും കൂടി ഒന്ന് നോക്കാം മക്കളെ.
Stay blessed, stay happy, stay motivated. Love you guys. Bye bye.